നമസ്കാരം. വിപ്ലവങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നൊരു നിമിഷം അത് വളരെ അപൂർവമായിട്ടാണ് ക്യാമറയിൽ പതിയുകയുള്ളൂ. അങ്ങനെ ഒരു ദൃശ്യത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് ഞാൻ ആ ദൃശ്യം കാണിച്ചു തരാം. പക്ഷെ അതിനു മുമ്പ് ആ ഒരു പശ്ചാത്തലം നിങ്ങൾ അറിയണം. ഈ ഒരു സംഭവം നടക്കുന്നത് 1989 കൃത്യമായി പറഞ്ഞാൽ ഡിസംബർ 21 തീയതി. അന്ന് റൊമാനിയ ഭരിച്ചിരുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ഏകാധിപതിയുണ്ട്, നിക്കോളെ സിയസ്ക്യു. അദ്ദേഹത്തിന് സംഭവിച്ച ഒരു വീഴ്ച, അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം തകർന്നു വീഴുന്ന ഒരു ദൃശ്യത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. ആ ഒരു പശ്ചാത്തലം കൂടി നിങ്ങൾ നോക്കണം. 1989 എന്ന് പറയുമ്പോൾ അതിന് ഈ പറഞ്ഞ സംഭവത്തിന് കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് സോവിയറ്റ് യൂണിയൻ ഈ റൊമാനിയയ്ക്കുള്ള പിന്തുണ പിൻവലിച്ചത്. അതുപോലെ തന്നെ മറ്റ് പല രാജ്യങ്ങളിലും കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങൾ പൊളിഞ്ഞു വീഴുന്ന ഒരു സമയമാണ്. അത് ചീട്ടുകൊട്ടാരം പോലെ പല രാജ്യങ്ങളിലും പൊളിഞ്ഞ് തകർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോഴും നമ്മുടെ ഈ നിക്കോളെ സിയസ്ക്യു വിശ്വസിച്ചിരുന്നത് റൊമാനിയ ഒരിക്കലും തകരില്ല എന്നുള്ളതാണ്. റൊമാനിയയിലുള്ള ജനങ്ങൾ തന്നെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ തന്നെ ഇപ്പോഴും ഭയക്കുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം കരുതിയിരുന്നത്. കാരണം അദ്ദേഹം ആ ഒരു രാജ്യം ഭരിക്കാൻ തുടങ്ങിയത് 1965 മുതൽ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും നീണ്ട കാലയളവിൽ ഭരിച്ച ഒരു നേതാവിനെ അവർ തള്ളിപ്പറയില്ല എന്നുള്ളൊരു ആത്മവിശ്വാസം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സമയം അദ്ദേഹം ഒരു വലിയൊരു റാലി സംഘടിപ്പിച്ചു. തൻ്റെ പാർട്ടിയും കാര്യങ്ങളൊക്കെ ക്ഷയിക്കുന്നുണ്ടെങ്കിലും ചെറിയ ചെറിയ വിപ്ലവങ്ങൾ അവിടെ ഇവിടെയൊക്കെ പൊട്ടിപ്പുറപ്പെടുന്നുണ്ടെങ്കിലും അദ്ദേഹം വളരെ ആത്മവിശ്വാസത്തിലായിരുന്നു. ഈ ഒരു കാലഘട്ടത്തിൽ 80,000 പേരടങ്ങുന്ന ഒരു വലിയ റാലി സംഘടിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. 80,000-ഓളം വരുന്ന ആളുകൾ ഒരു റാലിയായി അദ്ദേഹത്തിൻ്റെ ബുക്കാറസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്ന് ഒത്തുകൂടുകയാണ്. ആ ഒരു വലിയ ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്ത് അദ്ദേഹം പ്രസംഗിച്ചു തുടങ്ങി. അതിനു മുമ്പ് പലവട്ടവും അദ്ദേഹം ചെയ്തിട്ടുള്ള അതേ പ്രസംഗം തന്നെയാണ്. അന്നേരം ആളുകളെല്ലാം കൈയടിച്ച് അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പ്രസംഗിച്ചു തുടങ്ങി കുറച്ച് സമയങ്ങൾ കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു 8 മിനിറ്റോളം അദ്ദേഹം പ്രസംഗിച്ചു. അദ്ദേഹം പറഞ്ഞു തുടങ്ങി, ഈ ഒരു റാലി സംഘടിപ്പിക്കാൻ സഹായിച്ച സംഘാടകർക്കും ബുക്കാറസ്റ്റിലെ മറ്റ് ആളുകൾക്കൊക്കെ നന്ദി പറഞ്ഞു തുടങ്ങുന്ന ഒരു വരിയിൽ ആരോ ഈ ഒരു ആൾക്കൂട്ടത്തിൽ നിന്ന് കൂവി തുടങ്ങി. പിന്നീട് അടുത്തൊരു കൂവലായി, പിന്നീട് വലിയൊരു ബഹളമായി. ആ ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നത്. Doresc de asemenea să adresez mulțumiri inițiatorilor și organizatorilor acestei mari manifestări populare din București, considerând aceasta ca o അദ്ദേഹത്തിൻ്റെ കണ്ണുകളെയും കാതുകളെയും വിശ്വസിക്കാൻ പറ്റാതെ പോയൊരു നിമിഷമാണ്. നമുക്ക് വ്യക്തമായി ഒന്ന് നോക്കിയാൽ കാണാം അദ്ദേഹം ഈ ഒരു ഷോക്കിൽ ഞെട്ടിത്തരിക്കുന്നത്. ഈ രംഗങ്ങളെല്ലാം റുമാനിയയിലെ ജനങ്ങൾ അന്ന് ജോലിയെല്ലാം നിർത്തിവെച്ച് TV-യിലൂടെയും റേഡിയോയിലൂടെയും ഒക്കെ കണ്ടതാണ്. ഈ ഒരു കലാപം അല്ലെങ്കിൽ ഒരു വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ട ആ നിമിഷം ക്യാമറാമാൻ തൻ്റെ ആംഗിള് ആകാശത്തേക്ക് ഉയർത്തിയെങ്കിലും മൈക്രോഫോൺ ഇതെല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു ലോകം അല്ലെങ്കിൽ ഒരു രാജ്യം മൊത്തം ഈ ഒരു വാർത്ത നേരിട്ട് കാണുകയാണ്. തൊട്ട് മുമ്പിലത്തെ നിമിഷം വരെ അദ്ദേഹത്തെ ബഹുമാനത്തോടെ കൈയടിച്ചും പ്രോത്സാഹിപ്പിച്ചും നിന്ന ജനങ്ങൾ ഒരു നിമിഷം കൊണ്ട് അദ്ദേഹത്തിനെതിരെ തിരിയുന്നൊരു കാഴ്ച. അതായത് അങ്ങനെയാണ് ആളുകളുടെ എല്ലാം മനസ്സിൽ. എന്തുകൊണ്ടായിരിക്കും ആളുകൾ ഇതിനു മുമ്പ് ഈ ഇദ്ദേഹത്തിനെതിരായിട്ട് പ്രവർത്തിക്കാനുള്ള ധൈര്യമൊന്നും കിട്ടാതെ പോയത്? കാരണം അദ്ദേഹം നീണ്ട കാലയളവുകൾ ഭരിച്ചത് ഈ പറഞ്ഞ എല്ലാ സ്ഥലങ്ങളിലും അദ്ദേഹത്തിൻ്റെ ആളുകളെയൊക്കെ കുത്തി നിറച്ചും അതുപോലെ തന്നെ ഇദ്ദേഹത്തിനെതിരായിട്ടൊരു ശബ്ദം ഉണ്ടാവരുതെന്ന് ഉറപ്പ് വരുത്തിയും അതുപോലെ തന്നെ അടുത്തുള്ള രാജ്യങ്ങളുടെ സപ്പോർട്ട് എല്ലാം കിട്ടിയിട്ടാണ് അദ്ദേഹം ഭരിച്ചുകൊണ്ടിരുന്നത്.
പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ പറഞ്ഞ പലതിലും മാറ്റം വന്നു. മറ്റ് അയൽ രാജ്യങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെല്ലാം ചീട്ടുകൊട്ടാരം പോലെ പൊളിഞ്ഞു പോയത് ഇവിടുത്തെ ജനങ്ങൾ കണ്ടു ബോധ്യപ്പെട്ടു. അപ്പോൾ ഈ ഒരു കൂട്ടത്തിലെ ആളുകളുടെ എല്ലാം ഉള്ളിലുണ്ടായിരുന്ന അമർഷം ഒരു നിമിഷം കൊണ്ട് അണ പൊട്ടി പുറത്തോട്ട് ഒഴുകി വന്നതാണ് നിങ്ങൾ ആ ദൃശ്യത്തിൽ കണ്ടത്. ഇങ്ങനെയാണ് മനുഷ്യരെ ഭയപ്പെടുത്തിയും പേടിപ്പിച്ചും ഒക്കെ ഒരുപാട് നാൾ ഭരിക്കുന്നവർ. അവർ വിചാരിക്കുന്നത് അവരോടുള്ള സ്നേഹം കൊണ്ടും ബഹുമാനം കൊണ്ടുമൊക്കെയാണ് ജനങ്ങൾ അവരെ പിന്തുണയ്ക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ അതല്ല സത്യം. ഇവരുടെ ഉള്ളിലുള്ള അമർഷങ്ങൾ, കാര്യങ്ങളെല്ലാം പുറത്തോട്ട് കൊണ്ടുവരാനുള്ള ഒരു അവസരം അവർക്ക് കിട്ടാതിരുന്നത് കൊണ്ടാണ്. അതിന് കിട്ടിയ ഒരു അവസരത്തിൽ അവരത് റിയാക്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹത്തിന് ഭരിക്കാൻ പറ്റിയിട്ടില്ല. അദ്ദേഹം തന്നെ ആ ഒരു ഇൻസിഡൻറ്റ് വളരെ ഷോക്കോട് കൂടിയാണ് തിരിച്ചറിയുന്നത്. നിങ്ങൾ ആ ദൃശ്യങ്ങളൊക്കെ ഒന്നുകൂടി ഒന്ന് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകാം. അദ്ദേഹം ആ സമയത്ത് ആളുകളെ ശാന്തരാക്കാൻ നോക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ആ സമയത്ത് ആളുകളുടെ അടുത്ത് ശകാരിക്കുന്നുണ്ട്, മിണ്ടാതിരിക്കൂ എന്നും പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട്. പക്ഷെ അദ്ദേഹം റിയലൈസ് ചെയ്തു ജനങ്ങൾ തനിക്കെതിരെ തിരിഞ്ഞു എന്നുള്ള കാര്യം. അപ്പോൾ ഭാര്യയോട് നീ മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞ് ഭാര്യനെ പേടിപ്പിക്കുന്നതൊക്കെ ആ വീഡിയോയിൽ വ്യക്തമായി റെക്കോർഡായിട്ടുണ്ട്. ഇങ്ങനെയാണ് പല ഏകാധിപതികളും ഇല്ലാതായിപ്പോയത്. നമുക്ക് അടുത്ത അധ്യായത്തിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. താങ്ക് യു.